ഹലോ ഗൈസ്, വെൽക്കം ടു ദി വീഡിയോ. നമ്മളിതാ ഇപ്പോൾ സീൻ എയറോപ്ലെയിൻ്റെ ഗെയിം കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സീനാണ്. ഇതെല്ലാം കാണിച്ചിട്ട് കണ്ടോ കേട്ടോ. ഈ ചിത്രം നോക്കി നോക്ക്. രാത്രി എൻ്റെ രാത്രി ചിലപ്പോഴായിട്ടത് സംഭവിക്കുള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യം കളിച്ചു നോക്കി. ഞാൻ അപ്പം നോർമലില്ല, അപ്പം ഒന്നും സംഭവിച്ചില്ല. നമ്മളിത് കടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ റോബ്ലോക്സിൻ്റെ വേറെ വീഡിയോ ഇടണമെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് മസ്റ്റായിടണം. ഈ വീഡിയോക്ക് ഒരു 10 ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതിന് 10 സബ്സ്ക്രൈബേഴ്സും വേണം. കുറേ നെറ്റ് വേണം, എന്നാലാണ് ആ വിമാനം അടുത്ത് കറങ്ങി തീറ്റുള്ളൂ. ഇതാണ് ഗെയിം. ഇതാണ് ഈ ഗെയിമിൽ ടോപ്പേഴ്സ്. മണിയിൽ ടോപ്പർ ഏറ്റവും പൈസ കൂടുതലാണ്. ഇവനാണ് ഏറ്റവും കൂടുതൽ എന്തോ തപ്പിട്ടുണ്ടോ. നമുക്ക് കളിയിലേക്ക് ഇപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് വിമാനത്തിന് ടിക്കറ്റ് വെക്കണം. അവിടെയൊക്കെ കുറേ ആൾക്കാർ വേറെ കളിക്കാൻ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു വിമാനമാണ് ബുക്ക് ചെയ്തത്. വലിയ വിമാനം ഞാൻ ബുക്ക് ചെയ്തത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്താണ്. ഏറ്റവും ലാസ്റ്റിലാണ് എൻ്റെ വിമാനം. അതൊക്കെ എൻ്റെ വിമാനത്തിലാണോ? നമ്മളൊക്കെ ഇങ്ങനെയാണ് കുറേ ആൾക്കാർ വരാനും പോകാനൊക്കെ ഉണ്ട്. നമ്മളാണ് ആദ്യത്തെ കുട്ടി എൻ്റെ ബാക്കിലടി. ഇപ്പോഴാണ് എൻ്റെ ഓട്ടയ്ക്ക് അടിക്കുന്നത്. ഇവിടെയാണോ ഏറ്റവും ലാസ്റ്റിലല്ലേ? പക്ഷേ ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് എൻ്റെ വിമാനം കൊണ്ട് ഇവിടെ വെച്ച് കുളങ്ങൾ ഇവിടെ ഇരിക്കാനാണ് ഇവിടെയൊക്കെ വന്നത്. പൈലറ്റ് നമ്മളെ വിമാനത്തിൻ്റെ പൈലറ്റ്. ഈ മുടയൊക്കെ റോബ്ലോക്സ് ഇല്ലല്ലോ. ഒരു പെണ്ണും ഒരാണുമാണ് പൈലറ്റ്. ഇവരെ നമുക്ക് ഡിസ്റ്റർബൻസ് അധികം ചെയ്ത് കളയണ്ട. നമ്മളിതാണ് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്കിത് കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ നോക്കാം. വേറെ രാജ്യത്തേക്കാണ് പോലെ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാൻ ചേട്ടാ. എവിടെ നിറച്ചു കൂട്ടാ. ഇത് ഭർത്താവും പറയുക ഇത്രക്കും കുട്ടികളുണ്ടോ ഈ വീട്ടിൽ പയ്യുന്നുണ്ട്. പിന്നെ ഒന്നുണ്ട്. 3 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടിയുണ്ട്. നമ്മൾ വിമാനത്തിൽ നമുക്കൊന്ന് റെഡി ആക്കാനുണ്ടോ ഗൈസ്? നോക്കട്ടെ. ഇല്ലല്ലോ, നമുക്ക് വിളിച്ചോക്കാം. ഹലോ, ഞാൻ വിളിച്ച അയാളോട് പറഞ്ഞാണ്, അവിടെ കിടക്കുന്ന ആളോട്. ഈ കാക്കനോട് ഫോണിൽ കൂടെ വിളിച്ചാണ്. കാക്ക ആൾക്കാരെ എത്തിക്കാം. നമ്മളെ വിമാനത്തിൽ പറഞ്ഞാൽ ആരും ഇല്ല. അത്ര വയ്യ. ആരെങ്കിലും നമ്മളെ വിമാനത്തിൽ പറഞ്ഞോ. നമ്മളെ വിമാനമാണ് ലാസ്റ്റത്തെ വിമാനം, 10ാമത്തെ വിമാനമാണ്. ഇന്ന ആൾക്കാരൊക്കെ വരും ഗൈസ്. ഞാൻ ഏതൊരു ബട്ടൺ വയ്ക്കുള്ളൂ. ആൾക്കാരൊക്കെ സ്വാഗതം ഇവരൊക്കെയാണ് നമ്മളതിൽ ഉണ്ടാവുക. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. കയറി കുട്ടി നടക്കാൻ പറഞ്ഞിട്ടുണ്ട്.
കുട്ടികളൊക്കെ കുറേ ഉണ്ട്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇല്ല. എല്ലാവരും തടസ്സങ്ങൾ പ്രോബ്ലമൊക്കെ ശരിയാക്കുന്നതാണ്. എൻ്റെ സീറ്റ് ഇതാക്കണ്ട. Hello, ladies and gentlemen. This is your captain from the flight deck. Welcome aboard the flight. We're expecting a smooth ride today, so the seatbelt sign should remain off for most of the flight. Thanks for flying with us, and once again, welcome aboard. ഇവർക്കൊക്കെ എന്തായാലും സീൽ ബെൽറ്റ് ഇട്ടാക്കിയല്ലോ. അങ്ങനെയൊക്കെ എന്തായാലും സീൽ ബെൽറ്റ് ഇട്ടാക്കി. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ പറയണോ? ഇതിനുണ്ടല്ലോ പ്രശ്നം. ഈ കുട്ടിച്ചേർക്കന്നെ ഒരു കുഴപ്പമില്ല. ഗെയിം മറ്റുകൊണ്ടല്ല. ഏതാ ഗെയിം മച്ചാനെ? പ്രോബ്ലക്സാ സ്റ്റീൽ പ്രോബ്ലോട്ടാ അതൊന്നും ചോദിക്കാൻ കഴിയില്ല. ഗെയിം കളിച്ചവരൊക്കെ നല്ല പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സീൽ ബെൽറ്റ് ഇട്ടാണല്ലോ. സീൽ ബെൽറ്റ് ഫുൾ ഇട്ടില്ലല്ലേ. പകുതി ഇട്ടിട്ട് ഫോൺ കാണുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്യണമല്ലേ. Pause. ഒരാൾ മാത്രം ബാഗേജ് ക്ലോസ്. ഇതെല്ലാം ക്ലോസ് ചെയ്ത് എല്ലാ പ്രോബ്ലങ്ങളും ശരിയായിട്ടുണ്ട് ഗൈസ്. നമുക്കിതൊക്കെ ക്യാപ്റ്റനെ വിളിച്ച് പറയാം. വിമാനം പുറപ്പെടാൻ പോവുകയാണ് ഗൈസ്. വേണമെങ്കിൽ ഫുഡൊക്കെ ആൾക്കാർക്ക് കൊടുക്കാം. ഫുഡ് കൊടുക്കാനായിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലാണ്, ആ ബ്ലൂ ബോക്സിൻ്റെ ഉള്ളിലാണ് ഫുഡൊക്കെ. ഇവരൊക്കെ ഭാഗത്തെന്താ പൈലറ്റ് ചെയ്യണം നോക്കട്ടെ. പൈലറ്റേ ഇവിടെ വിമാനം ഓട്ടം വരെ. നമ്മൾ വിമാനം ഓട്ടാണ് വരും. യാത്രക്കാരെ സ്ഥലത്തിലൊക്കെ നല്ല ചായ ഉണ്ടാവും കറിഞ്ഞൂടാവും. ഉണ്ട് സത്യം. റെനു നല്ലോണം പൊളില്ലേ? റെനുവിനോട് വേണമെങ്കിൽ ചോദിച്ചു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് ഇരുട്ടായിട്ടുണ്ട്. ഇത് കുറച്ചാണ് കഴിഞ്ഞ ഉടഞ്ഞാൽ കുറച്ചു. അപ്പോൾ താനും എന്തൊക്കെ ചെയ്യുന്നത് വിമാനത്തിലത് കുട്ടികളുടെ നടക്കുന്നില്ല. മഴയൊക്കെ നടക്കുന്നു. മഴയൊക്കെ കൊടുക്കും. എന്തോ ഓയിലും കറി വെച്ചാൽ ഓല പഠിപ്പിച്ചാണ്. ഞങ്ങൾ ഹെയർ ഹോസ്റ്റേഴ്സ് അല്ല ശ്രദ്ധിക്കാനും വരും. എന്തത് ഫുൾ ഇരുട്ടാണ്. ഈ വിമാനത്തിന് എന്തോ സംഭവിക്കുന്നത്. ഡോർ മുന്നിൽ തുറക്കാൻ പറ്റില്ല. എന്ത് ചെറിയ തുറക്കാൻ കൂടെ എന്താ ഹെയർ ഹോസ്റ്റേഴ്സ് മര്യാദക്ക് ഉണ്ടാട്ടിക്കട്ടെ. എന്തത് ഫുള്ളൂടായിപ്പോയി. ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പറൊന്നും പിടിച്ച് നിൽക്കില്ലട്ടോ. ഫുള്ള് വലിക്ക്. Flight attendants, please be seated for takeoff. ചെയ്യട്ടോ. കണ്ണുകളൊക്കെ നേർക്കുണ്ട് കേട്ടോ. ഞാനിങ്ങനെ സീറ്റിൽ വന്നിരിക്കണ്ട. അയ്യോ ഞാൻ സീറ്റിൽ ഇരുന്ന് പോയല്ലോ. സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് ഈ സീറ്റിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. കുറച്ചാണ് ഗൈസ് വിമാനം പൊന്തി. ഈ സർക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ? സ്റ്റോർ ഞാൻ പോയിട്ടില്ല. എനിക്ക് ചാടി ഇറങ്ങാൻ പറ്റും.
നേരെ കൊണ്ടോട്ടോ എനിക്ക് നേരെ കൊണ്ടോട്ടോ ആൾക്കാരൊക്കെ അവിടെ പേടിച്ചിട്ട് കുറച്ചൊരു ആകെ പൊട്ടില്ലതിപ്പോ ഞാൻ ഫുഡ് കൊടുക്കുന്ന Your captain from the flight deck. We have reached our cruising altitude. The flight attendants should start their in-flight service shortly. Sit back, relax, and enjoy the flight. ഇയാൾക്കെന്തോ ഉണ്ട് ലേസില്ല ലേസ് കൊടുത്ത് ഇയാൾക്ക് ചുവന്ന ലേസ് കൊടുത്തു എന്താ കൊടുത്തു ഇയാൾക്കെന്താ വെള്ളം വേണം ലേസ് വേണമല്ലേ ആ പൂജ്യം മനസ്സിലാണ് വെച്ചാണ് അതല്ല അയാൾക്കുണ്ട് ഈ വെള്ളം ഇനി ഇയാൾക്ക് ലേസും വേണമല്ലേ എൻ്റെ ഇടയ്ക്കൊരു ലേസ് ഉണ്ടല്ലേ എന്താണ് എനിക്ക് വേണ്ടത് വെള്ളം ജ്യൂസല്ലേ പച്ചവെള്ളം ഇതൊക്കെ പച്ചവെള്ളം ഉണ്ടാകും കൊടുക്കാൻ പറ്റാത്ത ചെറുക്കനോ എപ്പോഴും ഇപ്പോഴും ഞാൻ ഉണ്ടാക്കാം ഇടയ്ക്കിടയ്ക്ക് റോബ്ലോക്സ് കളിച്ചോളൂ കുറച്ചൊന്നും 5 ദിവസം വണ്ടിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് കുറച്ചോനെ ഗൈസ് എന്തൊക്കെ സംഭവിക്കുന്നു പൈലറ്റ് എന്തൊക്കെ ചെയ്യണേ വിമാനം നേർക്ക് ഓട്ടറോ ഇവരുണ്ടാവും എന്താ കുറച്ചോനെ ആൾക്കാരൊക്കെ പേടിച്ചാണ് Ladies and gentlemen, this is your first officer from the flight deck speaking. We apologize for this sudden climb. We had to make a quick maneuver to avoid nearby traffic, but everything is under control and we'll be continuing safely on our way. കൊടുത്തില്ലല്ലേ ചായക്ക് പിന്നെ പിടിച്ചോ നീ ഓർക്കെന്താ വേണ്ടത് ലേസില്ല എനിക്കറിയാൻ വെച്ചാണ് ഗൈസ് നമ്മളൊക്കെ കുട്ടിക്കും കൊടുത്താണ് ഗൈസ് ഈ ചങ്ങായിക്കും കൂടി കൊടുക്കുക ഈ ചങ്ങായിക്കെന്താ വേണ്ടേ പഠിച്ചാണ് കേട്ടോ അടുത്ത് കൊടുത്ത് ഇനി വെള്ളം ഈ വെള്ളത്തിലെന്ത് വെള്ളം വേണ്ട പഠിച്ചാണ് അയാൾ ലേസ് തിന്നുന്നുണ്ട് ലേസിൻ്റെ കവറില്ലാത്ത വാങ്ങി തിന്നുന്നുണ്ട് എന്തൊക്കെ വേണ്ട അടുത്ത് കോഫിയുടെ കോഫി തിന്നിട്ടുണ്ട് അതും കൂടി കുടിച്ചാൽ രണ്ടും തിന്നാലേ പാടില്ല പൈലറ്റ് മതി അപ്പോൾ എനിക്ക് ചട്ടിക്കും കുടിച്ചിരിക്കണ്ടോ ചുറ്റും കേട്ടാ ചുറ്റാണ് എന്താ വണ്ടി ഓട്ടാൻ അറിയില്ലൊക്കെ ഞാൻ എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി ഞാൻ വണ്ടി ഓട്ടും പക്ഷെ അധികം ചിരിക്കല്ല എനിക്ക് വണ്ടി ഓട്ടാ നേരത്തെ വണ്ടി വിടാനായി ഓട് കൂട്ടിയാ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് സെലക്ട്
ഇതാണ് ഗൈസ് വിമാനത്തിൽ ചെറുതായിട്ട് മേലക്കൂടെ നോക്കിയാൽ നമുക്ക് വിമാനത്തിൻ്റെ ചെറുപ്പുറത്ത് മുന്നൂറും പോയവിടെ ചെക്കിങ്ങൊക്കെ നടക്കട്ടെ. ഇതൊക്കെ വണ്ടി ഓട്ടുണ്ടൊക്കെ ചിരിച്ചിട്ടാ വായൻ്റെ ഉള്ള എന്തെങ്കിലും കമ്പ് കഷ്ടം തിരിയുണ്ട്. ചില ഇതുവരെ എത്തിയില്ല നമ്മൾ ഈ ഇത് കഴിഞ്ഞാലേ പൊട്ട പൈസ കിട്ടുള്ളൂ വിമാനത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ. ഹോസ്റ്റൽസ് നോട്ട് കാണിക്കുന്നുണ്ട് ക്ലോസ് ചെയ്ത് കുറച്ച് ഈ ചങ്ങായിത ഗെയിമിനോ ഈ കളിച്ചോച്ചാണ് പെണ്ണ് ഇതുവരെ ലേസ് ആർക്കാ വെള്ളമാണല്ലോ. ഈ ചേച്ചിക്ക് വെള്ളം കൊടുക്കാൻ മറന്നു പോയില്ലേ, അതാണ് പ്രശ്നം. ഇവിടുത്തെ എയർ ഹോസ്റ്റൽസിനൊരു സമാധാനം കിട്ടി ശരിക്കും. എന്താ ഹോസ്റ്റൽസിൻ്റെ ടാസ്ക് പഠിപ്പിക്കത്തില്ല. പറയടോ ഇത് ഞാൻ വിളിച്ചോണ്ട് പറയാ. ഇത് ഞാൻ വേസ്റ്റ് ബിന്നിലും കൂടി ഇട്ടെടുക്കണല്ലേ. ഞാനിതാ ഫുള്ള് വേസ്റ്റ് ബിന്നിക്ക് ഉണ്ടായിക്കല്ലോ. ലേസും മറ്റതും ഒക്കെ ആ പെണ്ണ് പാവണില്ല അതിൻ്റെനോ കൊണ്ട്. പക്ഷെ ഡ്രസ്സല്ലേ തീരെ ഡ്രസ്സില്ല. അതാ പൂച്ച. ഇതാറ കൊണ്ടുവന്നതിനെ. എടാ ജീവി നിൽക്കടാ. പിടിച്ചെന്നെ ഞാൻ പിടിച്ചെന്നാ ഇവിടെ കൂടാ. This is your captain from the flight deck. We have started our initial descent and will be landing soon. Thanks for flying with us, and we hope to see you again soon. Flight attendants, please prepare the cabin for arrival. അതിനെ കൊണ്ടുവന്ന് നമ്മൾ കാണാതെ ഒളിപ്പിച്ചും ശരിയില്ല. എന്നോട് ഇങ്ങനെ പ്രത്യേകിച്ച് പറയണ ഉപയോഗിക്കരുത്. എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം എന്താ നോക്കട്ടെ. പ്രശ്നം ഇത് ഓപ്പൺ ചെയ്ത് വെറുതെ അല്ലേ. അവിടെയൊക്കെ നമുക്ക് പുറത്ത് അങ്ങനെ പോകണം. പിന്നെ അവിടെ പ്രശ്നമില്ല. ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ പ്രശ്നം? അത് അവിടെ ഒരു തള്ളു. അയ്യോ കൊണ്ട് എന്തോ സംഭവിക്കാൻ പോവാണ്. രാത്രി സംഭവിക്കും അതിപ്പോൾ. അയ്യോ എന്തോ സംഭവിക്കാൻ പോവാണ് കേസ്. ഒരു ലാഗിങ് കൺട്രോൾ ചെയ്യാൻ പോലും ആണില്ല. അയ്യോ വിമാനം ശാന്തമായി വരുന്നുണ്ട്. ആ ഫോൺ വിളിച്ചിട്ട് ആരോടെങ്കിലും പറയട്ടോ. എന്തോ സംഭവിക്കുന്നുണ്ട് വിമാനത്തിൽ. സൗണ്ടൊക്കെ പ്രത്യേകിച്ച് എന്താണ് അടുത്ത കമാൻഡ്? കടിയും ഓക്കെ. ഇന്നൊന്ന് ഇറങ്ങുന്നതാണിപ്പോൾ. പഠിച്ചോനെ കേസ് നമ്മൾ ആപ്പാട് പൊട്ടുന്ന പോകുന്നത്. ഇങ്ങനെന്തെങ്കിലും ഇതിലും മോച്ചേട്ടൻ കിട്ടുമോ? നമ്മൾ വിട്ടു വയസ്സ് നമ്മൾ വിട്ട് കറങ്ങുന്നുണ്ട്. എന്താ ഇവിടെ സംഭവിക്കണേ പറയടാ. കുറച്ചാണ് ഇതിന് എങ്ങനൊരു മോചനം കിട്ടാവോ ഗൈസ്? ഇത് വിമാനത്തിൽ നിന്ന് നല്ല പോലെ എത്തിക്കും. നാട്ടിലെ കാര്യം ഞാൻ ചെയ്തിരിക്കും ഗൈസ്. എന്തൊക്കെ
ഗൈസ് കമാൻഡ് എന്തൊക്കെയോ കമാൻഡ് വരുന്നുണ്ട് ഗൈസ്. കമാൻഡുകൾ ഞാൻ വരുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചോക്കട്ടെ ഗൈസ്. നമുക്ക് വേണ്ടിയാണ് കളിച്ച് തന്നെ. നമുക്കെന്തിനാണ് പറയുന്നൊക്കെ ഉണ്ട്. വിമാനം വരെ പോകുന്നുണ്ടെന്നാണ് നിർത്തിയെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഗ്ലാസ് നോക്കുമ്പോൾ പച്ച നിറം കാണേണ്ട മേലെ ഗൈസ്. എന്താണ് ഗൈസ്? അയ്യോ എന്തോ സംഭവിക്കണം ഗൈസ്. കാരണം കണ്ടോ അത് വെള്ളത്തിലാണ് എനിക്ക് തോന്നുന്നത്. നിലത്ത് വെള്ളമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? റോഡാണോ? കുറച്ചോനെ വേഗം ഇറങ്ങിക്കോ. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. വെള്ളമാണോ പച്ച സാധനം ചാൻസ് വെള്ളമാകാതെ ഗൈസ്. ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഈ ഡോർ തുറക്കാനും പറ്റില്ല. സംഭവിച്ച വെള്ളത്തിൽ നിന്നും പോയി. അല്ലെങ്കിൽ ഇവിടെ ഈ വണ്ടി പോയി തീ കത്തി കരിയാൻ പോവുകയാണ്. ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് ഇറങ്ങാൻ സമയത്താണെങ്കിൽ എന്ത് സമാധാനമായിരുന്നു. പിന്നെ ജനാലൊക്കെ ക്യാപ്റ്റനെ ചെയ്യടോ. അതൊക്കെ എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ അകത്ത്? ഇല്ല, ഒന്നുമില്ല. നമുക്ക് പൂട്ടാൻ എന്തെങ്കിലും സംഭവിക്കണതിൻ്റെ മുന്നേ നമുക്ക് രക്ഷിക്കണം ഗായ്സ്. ഞാനിത് സുരക്ഷിതമായി ലാൻഡേജ് ശരിക്കും ഒന്നും ചെയ്യാനിപ്പോൾ നിലവിൽ കഴിയുന്നില്ല. കമാൻഡ്സ് ഓർഡർ പ്രകാരം ഇതൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമുക്കത് മൈൻഡാണ് ഗൈസ്. അവിടെ നിൽക്കിക്കൊണ്ടേ നോക്കൂ. എന്താണ് വീണ്ടും ഒരു പ്രകാശം അടിച്ചു. ആ വണ്ടി ഞാൻ കണ്ടു. ഒരു വണ്ടി ഞാൻ കണ്ടു. ചാടി ഇറങ്ങട്ടെ. ഒരു വണ്ടി ഞാൻ കണ്ടു. നമ്മൾ സേഫാണ് ഗൈസ്. നമ്മൾ സേഫാണ്. എന്തെങ്കിലും സംഭവിച്ചോ? യെസ്, ചാടി ഇറങ്ങിക്കോ. രക്ഷപ്പെട്ടേ. ആ ഗൈസ് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. എല്ലാവർക്കും ലഗേജ് എടുത്ത് ഇറങ്ങുകയാണ്. ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ലഗേജ് എടുത്തോളി. ഡേ വേണേ പോവാറായി. ഞാൻ പേടിച്ചു എന്നാൽ അതെന്താ വണ്ടി ബാക്കോട്ടേക്ക് ചെന്നാണ് ഗൈസ്. എനിക്ക് മനസ്സിലാക്കി. നമുക്കിതൊന്ന് തുറക്കാൻ പറ്റും കേട്ടോ. എൻ്റെ അകത്ത് എന്തെങ്കിലും റൂമായിരിക്കുമോ? ചങ്ങായി പല്ലുകെട്ട് ചങ്ങായി നാളെയും വരണട്ടോ. നാളെ വന്നിട്ട് നമുക്ക് റോഡ് സ്ഥലത്താണ് വിമാനത്തിൽ ഇരുന്നിട്ട്. നല്ലൊരു ഇറങ്ങിക്കോ. ഇത് തുറന്നില്ലല്ലോ. തുറന്നാണ് നമുക്ക് ഡോറും കൂടി തുറന്നു കൊടുക്കാം. എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ. യെസ്, നമുക്ക് പൈസ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. എല്ലാവർക്കും ബായിട്ടോ. ഇതിൽ കയറിയവർക്കൊക്കെ ബായ്. ബൈ ബൈ കുട്ടി. ബായ് കുട്ടി. ബായ് എല്ലാവർക്കും. ബൈ ബൈ ചെറുക്ക. ബായ് ബൈ ബൈ ബൈ. വേറെ സ്ഥലത്താണ് മെസ്സേജ്. കുറേ പൈസ കിട്ടും. 900 ആയില്ലേ. നമുക്ക് ഇത് വേറെ ഏതോ എയർപോർട്ടാണ് ഗൈസ്. എനിക്ക് ഈ എയർപോർട്ടിന് അധികം ഒന്നും അറിയില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവരൊക്കെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മറക്കാതെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എൻ്റെ വിമാനം പോയി കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ വേറെ വിമാനം വന്നു. പിന്നെ അതിൽ വേറെ ആൾക്കാരെക്കാരും കയറാം. അപ്പോൾ എല്ലാവർക്കും
ബൈ ബൈ ആൻഡ് ടാറ്റ. സി യു ടുമാറോ. ഓക്കെ, അപ്പോൾ